വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികൾ. യാത്രയുടെ സ്പോൺസർഷിപ്പും സാമ്പത്തിക പ്രതിസന്ധിയും അടക്കം നിരവധി വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിർണായകമാകും. അതേസമയം സോളാർ ഒത്തുതീർപ്പ് വിവാദത്തിൽ മുഖ്യമന്ത്രി എന്ത് പറയുന്നു എന്നതും പ്രതിപക്ഷം ഉറ്റുനോക്കുന്നുണ്ട്. വിദേശയാത്ര പോലെ അതീവ രഹസ്യ സ്വഭാവം പുലർത്തിയാണ് മുഖ്യമന്ത്രിയുടെ മടങ്ങിവരവും. വകുപ്പിലെ ഉന്നതരെ മാത്രം അറിയിച്ചുള്ള തിരിച്ചുവരവ് മാധ്യമങ്ങളിൽ നിന്നടക്കം മറച്ചുവെച്ചു. നീണ്ട 2 ആഴ്ചക്കാലത്തെ ഉല്ലാസയാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രി തലസ്ഥാനത്തെത്തുമ്പോൾ കാര്യങ്ങൾ അത്ര കണ്ടെളുപ്പമാകില്ല. നിരവധി വിഷയങ്ങൾക്കുള്ള സമാധാനമാണ് മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത്. യാത്രയ്ക്കുള്ള സ്പോൺസറെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ഒട്ടുമിക്ക വകുപ്പുകളിലും ഫയൽ നീക്കം ഏതാണ്ട് നിലച്ച മട്ടാണ്. സാമ്പത്തിക പ്രതിസന്ധി അതിനേക്കാൾ രൂക്ഷവും. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും ക്ഷേമ പെൻഷനുമെല്ലാം പ്രതിസന്ധിയിലാണ്. സംസ്ഥാനത്ത് പകർച്ചപ്പനി പകർന്നു പിടിക്കുന്നു. മഞ്ഞപ്പിത്തവും ഡെങ്കുവും ബാധിക്കുന്നവരുടെ എണ്ണവും അനുദിനം വർദ്ധിച്ചു വരുന്നു. മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങളിലടക്കം സർക്കാരിന് പാളിച്ച പറ്റിയതായാണ് വിമർശനങ്ങൾ. സംസ്ഥാനത്ത് പലയിടത്തും കാലാവധി കഴിഞ്ഞതും ഗുണനിലവാരം ഇല്ലാത്തതുമായ മരുന്നുകൾ വിതരണം ചെയ്യുന്നുവെന്ന ആക്ഷേപം വേറെയും. കോഴിക്കോട് 4 വയസ്സുകാരിയുടെ ശസ്ത്രക്രിയയിലെ പിഴവും സർക്കാരിന് പഴി നേരിടുന്നുണ്ട്. ഇതിനെല്ലാം മറുപടി മുഖ്യമന്ത്രിയാണ്. ഇതുകൂടാതെയാണ് സോളാർ സമരവുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തൽ. ജോൺ ബ്രിട്ടാസിലൂടെ സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ നേതൃത്വം നൽകിയത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനാണെന്നാണ് പൊതുവിൽ ഉയരുന്ന വിമർശനവും. അതിനും ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അസാമാന്യ സാഹചര്യം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ മടങ്ങിവരവോടെ പ്രതിഷേധ സമരങ്ങൾക്കും തലസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ജനം, തിരുവനന്തപുരം.